ഹായ്, ഞാൻ ഗോപിക. ഞാൻ CS എക്സിക്യൂട്ടീവ് ഗ്രൂപ്പ് 1 എക്സാം December 24 അറ്റംപ്റ്റിൽ എഴുതിയിരുന്നു. ഇപ്പോൾ ഞാൻ CS എക്സിക്യൂട്ടീവ് ക്വാളിഫൈഡ് ആണ്. ഞാൻ June 24 ബാച്ചായിരുന്നു. സോ ഞങ്ങളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6 months ഗ്യാപ്പ് എടുത്തിട്ടാണ് ഞാൻ എൻ്റെ സെക്കൻഡ് ഗ്രൂപ്പ് 1 എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമാണത്. അപ്പോൾ നമ്മൾ ഡൗട്ട് ചോദിക്കണം, നമ്മൾ ടീച്ചേഴ്സിനെ അപ്രോച്ച് ചെയ്യേണ്ട സ്ഥാനത്ത് ട്രിപ്ലൈഡ് ടീച്ചേഴ്സ് നേരെ ഓപ്പോസിറ്റാണ്, നമ്മളോടാണ് ഇങ്ങോട്ട് ചോദിക്കുന്നത് എങ്ങനെയുണ്ട് പ്രിപ്പറേഷനൊക്കെ എങ്ങനെ പോകുന്നു, നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. നമ്മളെക്കാട്ടിലും നമ്മൾ പാസ്സാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറാണ് ട്രിപ്ലൈ ഒരുക്കുന്നത്. ICSEൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഒരു 600,000 pages ലോങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നമ്മൾ എത്ര ഫുൾ നോക്കിയെന്ന് പറഞ്ഞാലും മറന്നു പോകും. എന്തായാലും എക്സാമിൻ്റെ തലേദിവസം ഇതൊന്നും ഓർമ്മയുണ്ടാവത്തില്ല. നമുക്ക് പെട്ടെന്ന് എക്സാമിൻ്റെ മുന്നേ നോക്കാൻ പറ്റിയ മെറ്റീരിയൽസാണ് ട്രിപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ബോർഡ് എക്സാം പോലെ നമുക്ക് പ്രാക്ടീസ് ഇല്ല, മോഡൽസ് ഇല്ല, പ്രാക്ടീസ് ഇല്ല. ഇത് ട്രിപ്ലൈൻ്റെ വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം അവർ എടുത്തിട്ടിട്ട് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്ന ഒരു ടൈമറൊക്കെ വെച്ച് ക്ലാസ്സിൽ തന്നെ ചെയ്യിപ്പിക്കുന്ന ആ ഒരു മെത്തേഡാണ് ട്രിപ്ലൈ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രാക്ടീസ് ഉണ്ട്, എക്സാമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ഇവിടെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അപേക്ഷിച്ച് ട്രിപ്ലൈനെ ഹൈലൈറ്റ് ചെയ്യുന്നൊരു ഫാക്ടർ എന്ന് വെച്ചാൽ ഇവിടെ CSനും CAക്കും എല്ലാത്തിനും ഒരേ പ്രയോറിറ്റിയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ CAനെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് CSനെയും പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നില്ല. അത് നമുക്കൂടെ ഒരു എൻകറേജ്മെൻ്റ് ആണ്. നമ്മളെ ഒന്ന് താഴ്ത്തി കാണിക്കുന്നില്ല എന്നുള്ളൊരു ആ ഒരു ബോധം നമുക്കുള്ളതുകൊണ്ട് അതൊരു ആ ഒരു അറ്റ്മോസ്ഫിയറാണ് ട്രിപ്ലൈ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്നത്. പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് CS ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി 2 എക്സാം എഴുതിയപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഡിസയർ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ CS എന്നതാണ്. ഇപ്പോൾ CS എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി ലോ ഇഷ്ടമാണ്, തിയറി സബ്ജക്ട്സ് ആണ് കുറച്ചുകൂടി കൂടുതൽ പഠിക്കാൻ ഇഷ്ടം. അക്കൗണ്ട്സിൽ അത്ര മോശമല്ല, എന്നാലും തിയറി സബ്ജക്ട്സ് ആണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ട് CS ചൂസ് ചെയ്തു.